ഹലോ, ഈ വീഡിയോ എന്തിനാണെന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ വരുന്നതാണ്. നമ്മൾ ഗിറ്റബിലേക്ക് ഒരു പുഷ് ചെയ്ത അതിൽ ഗിറ്റബ് വെബ്ബുക്ക് വഴി ജെങ്കിൻസ് ജോബ് ട്രിഗർ മീൻസ് ഇപ്പോൾ കേസ് ഒരു 3-4 ഡെവലപ്പേഴ്സ് ഉള്ള ടീമാണെങ്കിൽ ഒരു ഡെവലപ്പർ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജെങ്കിൻസിൽ ഡയറക്റ്റ് പോയിട്ട് ബിൽഡ് ആവും. വേണമെങ്കിൽ നമുക്ക് അവിടെ ടെസ്റ്റ് കേസ് എഴുതി കൊടുത്താൽ റോൾ ബാക്കും എല്ലാം കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഗിറ്റബിൽ പോവുക, ന്യൂ റിപ്പോ ക്രിയേറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഞാൻ ഒരു റെഡ്മി കൊടുക്കുന്നുണ്ട്. ഞാൻ കിറ്റ് ക്ലോൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ഇപ്പോൾ ഫോൾഡർ സെലക്ട് ചെയ്യുക. എത്രയാണോ വേണ്ടത് അവിടെ കിറ്റ് ക്ലോൺ കൊടുക്കുക. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ക്ലോൺ ചെയ്തെടുത്തോളൂ. VS കോഡ് ഓപ്പൺ ചെയ്യുക. നിങ്ങളേതാ യൂസ് ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്യുക. ഞാൻ VS കോഡാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാണ് നോക്കുന്നത് വെച്ചാൽ 2 ആർഗ്യുമെന്റ്സ് ജെങ്കിൻസിന് പാസ് ചെയ്യുക, 2 ആർഗ്യുമെന്റ്സ് പ്രിന്റ് ചെയ്യുക. നമ്മൾ ഒരു പുഷ് നടക്കുമ്പോൾ ഏതാണോ ആർഗ്യുമെന്റ്സ് നമ്മളവിടെ കൊടുത്തിട്ടുള്ള അത് പ്രിന്റ് ചെയ്ത് തരാം. ജെങ്കിൻസിൽ പോവുക, ജോബ് ക്രിയേറ്റ് ചെയ്യുക, ന്യൂ ഐറ്റം കൊടുക്കുക, നെയിം കൊടുക്കുക, ഫ്രീ സ്റ്റൈൽ പ്രൊജക്ട് സെലക്ട് ചെയ്യുക. സെയിം നെയിം തന്നെ യൂസ് ചെയ്യണം. ഒരുപാട് ജോബ്സ് റൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം. സോഴ്സ് കോഡ് മാനേജ്മെന്റ് ഗിറ്റ് സെലക്ട് ചെയ്യുക. ക്ലോൺ ചെയ്യുക HTTPS.
സോറി കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ക്രെഡൻഷ്യൽസ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അത് കാരണം ഞാനതവിടെ കൊടുത്തു വിടുന്നു. നിങ്ങളത് ആഡ് ചെയ്ത് ഇവിടെ സീക്രട്സിൽ ബ്രാഞ്ച് മെയിൻ ആണ്, മാസ്റ്റർ അല്ല, ചേഞ്ച് ചെയ്യാം. ബിൽഡ് ട്രിഗേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് GitHub ഹുക്ക് ട്രിഗർ ഫോർ G8 പോളിംഗ് ആണ്. സെലക്ട് ചെയ്യാം. ബിൽഡ് സ്റ്റെപ്സ് ഞാൻ 2 ബിൽഡ് സ്റ്റെപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒരു ഷെൽ കമാൻഡ് അത് റൺ ചെയ്തെന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ബാച്ച് കമാൻഡ് കൊടുത്തിട്ട് പൈത്തൺ ഫയൽ പോയിന്റ് ചെയ്യുന്നു. 2 ആർഗ്യുമെന്റ്സ് ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നു. ഹലോ വേൾഡ് പാസ് ചെയ്യണം. സേവ് ചെയ്യാം. നമുക്ക് ഗിറ്റ്ഹബിൽ വെബ്ബുക്ക് ആഡ് ചെയ്യണം. സ്പേസ് ഒന്നും ആയിട്ടുണ്ടാവില്ല, കാരണം പുഷ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സിൽ പോവാം. വെബ്ബുക്ക് എടുക്കുക. ഇതിൽ ആഡ് വെബ്ബുക്ക് കാണും. വെബ്ബുക്സ് ക്ലിക്ക് ചെയ്യും. ആഡ് വെബ്ബുക്ക്. പേലോഡ് യുആർഎല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗിറ്റ്ഹബിന്റെ ജോബ് അവിടെ കൊടുക്കണം. അത് കൊടുക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ഒരു ടോക്കൺ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യൂസറിന്റെ പേരിൽ. കാരണം ലോക്കൽ ഹോസ്റ്റ് ഗിറ്റ്ഹബിൽ നിന്ന് ഒരിക്കലും ട്രിഗർ ആവില്ല. അപ്പോൾ അത് വേണ്ടിയിട്ട് ഈ ലോക്കൽ ഹോസ്റ്റ് റൺ ആവില്ലല്ലോ. അപ്പോൾ അത് Ngrok ഡൗൺലോഡ് ചെയ്തിട്ട് Ngrokൽ ഈ പോർട്ടിന് അഗെയിൻസ്റ്റ് അത് റൺ ചെയ്താൽ മതി. നമുക്കൊരു ലിങ്ക് കിട്ടും. Ngrok അഗെയിൻസ്റ്റ് റൺ ആവുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ കാണിച്ചാൽ അത് ഇപ്പോൾ ഉണ്ടോ ഇതുപോലെ, ഇത് ആ പോർട്ടിന് അഗെയിൻസ്റ്റ് ഇത് റൺ ആവും. ഇത് കോപ്പി ചെയ്യുക, /build കൊടുക്കുക. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടോക്കൺ എന്തിനാണെന്ന് വെച്ചാൽ HTTPS കഴിഞ്ഞിട്ട് യൂസർ കോളൻ ടോക്കൺ അറ്റ് കൊടുത്തിട്ട് വേണം ഇത് പാസ്സാക്കാൻ. എന്നാലേ ജെങ്കിൻസ് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. കാരണം ടോക്കൺ നോക്കും, അത് അവിടെ നിന്നാണ് വരുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടി യൂസറിന് ടോക്കൺ കൊടുക്കുക. യൂസർക്ക് അക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അക്സസ് ആവും. നിങ്ങളുടെ യൂസർ ഏതാണോ അത് കൊടുക്കുക, ടോക്കൺ ഏതാണോ അത് കൊടുക്കുക കറക്റ്റായിട്ട്. ഇത് ഞാൻ വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ്. കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ ബേസും കൊടുക്കുക. SSL ഡിസേബിൾ ചെയ്യുക. സെൻഡ് മീ എവറിത്തിങ്. ആഡ് വെബ്. യൂസർ ആൻഡ് ടോക്കൺ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കറക്റ്റ് യൂസർ ആൻഡ് ടോക്കൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രണവ് കോളൻ ആയിട്ടോ. നിങ്ങൾ അതുപോലെ തന്നെ കൊടുക്കുക. നമുക്കൊന്ന് ഇതിപ്പോ ചെയ്ത് പുഷ് ചെയ്ത് നോക്കാം. ഡിറ്റ് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക, എട്ടാണോ ഉണ്ടായത്. നമുക്ക് ഗിറ്റബിൽ പോയി നോക്കാം. ട്രിഗർ ചെയ്തത് ഫെയിൽ ആവുകയാണെങ്കിൽ വെബ്ബുക്കിൽ തന്നെ കാണുന്നത് റെഡ് കളറില്ല ആഡ് ആയിട്ടുണ്ട്. നമുക്ക് സെറ്റിങ്സിൽ പോയി വെബ്ബുക്കിൽ നോക്കാം.
അത് പുഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജെങ്കിൻസിൽ. ജെങ്കിൻസിൽ പോയി നോക്കാം, അവിടെ വല്ല എറർ ഉണ്ടോ നോക്കാം. നമുക്കൊരു എറർ ഉണ്ട്. എന്താണ് എറർ എന്ന് നോക്കാം. നമ്മൾ പാസ് ചെയ്തത് ശരിയായില്ല. കൊട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഹലോ വേൾഡ് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് ഫയലില്ല എന്നേ പറയുള്ളൂ. കോൺഫിഗറിൽ പോവാ, ചേഞ്ച് ചെയ്യാം. കൊട്ടേഷൻ കൊടുക്കാം, സേവ് ചെയ്യാം. ഞാൻ ഒരു റീഡ്മി ആഡ് ചെയ്യുന്നുണ്ട്. ആ റീഡ്മിയിലല്ല ഞാൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നത് പുഷ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഗിറ്റ്ഹബ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതിൽ നോക്കിയാൽ മതി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എല്ലാ ആഴ്ചയും AWS ഗിറ്റ്ഹബ്, ജെങ്കിൻസ് അങ്ങനത്തെ എല്ലാ വീഡിയോസും ഇടുന്നതായിരിക്കും. നമുക്കത് ഉപകാരപ്രദമാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുഷായിട്ടുണ്ട്, അത് വർക്കായിട്ടുണ്ട്, കണ്ടല്ലോ അല്ലേ. ഇതുപോലെയാണ് ഒരു വെബ് ഹുക്കിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കാം, യൂസ്ഫുൾ ആണ് ചില കേസുകളിൽ. Thanks for watching.